ലോകകപ്പ് ഫുട്ബോൾ ആവേശം കളറാക്കി അല്ലപ്ര AC മിലാൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഫുട്ബോൾ പ്രേമികളുടെ സാന്നിധ്യത്തിൽ അല്ലപ്ര AC മിലാൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാർബിൾ ജംഗ്ഷനിൽ നിന്നും റാലി ആരംഭിച്ചു. ക്ലബ്ബ് പ്രവർത്തകരും പ്രദേശവാസികളുമെല്ലാം ചേർന്ന് ആവേശോജ്വലമായി സംഘടിപ്പിച്ച ലോകകപ്പ് റാലി ശ്രദ്ധേയമായി. വിവിധ രാജ്യങ്ങളുടെ പതാകകളും ഫുട്ബോൾ പ്രമേയത്തിലുള്ള അലങ്കാരങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ആഘോഷത്തിൽ പങ്കുചേർന്നു. അതാത് രാജ്യത്തിന്റെ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി മാത്രമേ അതാത് രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ ആരാധകർ അണിനിരക്കാവൂ. റോഡ് ഒരു സൈഡ് ഫ്രീ ആയിട്ട് വിട്ട് ഒരു സൈഡ് പ്രവർത്തേണ്ടതാണ്. ഇതിന് പ്രത്യേകിച്ച് വാളണ്ടിയേഴ്സ് ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. കായിക രംഗത്തേക്ക് കടന്നുവരുന്ന യുവതലമുറയ്ക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനും ഫുട്ബോളിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനുമായി അല്ലപ്രയിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല എന്നതും ക്ലബ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. 1986 കാലഘട്ടം മുതൽ ഈ AC മിലാൻ രൂപം കൊള്ളുകയും അന്നു മുതൽ ഇന്ന് വരെയും എല്ലാ വേൾഡ് കപ്പിലും ഇതിലും ആവേശമായി എല്ലാ വേൾഡ് കപ്പ് വേളയിലും ഈ മിലാൻ ക്ലബ്ബ് ഇത് ഇങ്ങനെയൊരു ചടങ്ങ് നടത്തിയിരുന്നു. അത് ഇത്രയും നാളും വളരെ ഭംഗിയാവുകയും ചെയ്തു. മിലാൻ ക്ലബ്ബ് രൂപം കൊണ്ട അന്ന് മുതൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ ക്ലബ്ബ് രൂപം കൊണ്ട കാലം മുതൽ ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഒട്ടേറെ ചെറുപ്പക്കാർ വഴി തെറ്റാണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞു. ഈ കാലയളവിൽ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് കുറച്ചു നേരം കളിക്കാനോ സമയം ചെലവഴിക്കാനോ ഈ നാട്ടിൽ ഒരു ഗ്രൗണ്ടില്ല. അത് ഈ നാട്ടിലെ നമ്മുടെ ഇപ്പോഴുള്ള ജനപ്രതിനിധികൾ ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന തലമുറ വഴി തെറ്റാണ്ട് പോകാൻ ഞങ്ങൾക്ക് ഈ അല്ലപ്ര പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് അനുവദിച്ച് ഞങ്ങളെ ചെറുപ്പക്കാരെ നമ്മുടെ മക്കളെ എല്ലാവരെയും നല്ല വഴിയിൽ നടത്താൻ
നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലപ്ര കവലചുറ്റി റാലി കുരിശിങ്കൽ സമാപിച്ചു. ക്ലബ്ബ് കൺവീനർ സുനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടത്തിയത്. ഡിജെയോടുകൂടി ആഘോഷങ്ങൾക്ക് അവസാനം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.